ിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ 2 വർഷങ്ങൾക്ക് മുമ്പ് KE കമ്പനിയിൽ പോയി എങ്ങനെയാണ് കേബിൾസ് മാനുഫാക്ചർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ എൻ്റെ വീട് പണിയുന്ന സമയത്ത് ഞാൻ KE കേബിൾസാണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ പിന്നാമ്പുറ ചില കഥകളും അതിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റിയൊക്കെയാണ് നമ്മളിന്നത്തെ പോഡ്കാസ്റ്റിലും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെയുള്ള ഡെപ്യൂട്ടി GM ആയിട്ടുള്ള വിനോദ് ഭായാണ്. നമ്മളന്ന് നല്ലപോലെ വീഡിയോ ചെയ്ത് അല്ലേ? നല്ലൊരു വീഡിയോ ആയിരുന്നു, ലെങ്ത് പോയൊരു വീഡിയോ. അതെ, കുറേ ആളുകൾക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് ഇന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെറിയ റിയൽ കോണ്ടന്റുകളായിട്ട് നമ്മുടെ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം. അപ്പോൾ ആക്ച്വലി വിനോദ് ഭായി, ഇപ്പോൾ KE കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് KE കമ്പനിയുടെ ഒരു സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ എന്താണ് KE കമ്പനിയുടെ റെപ്യൂട്ടേഷനും? ബേസിക്കലി KE കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ 1968 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഓക്കെ. അറിയാലോ, ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നത് ഗ്രാജുവലാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് വന്ന ശേഷമാണ് നമ്മൾ ആ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഫാസ്റ്റ് ആവാൻ തുടങ്ങിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സൗകര്യങ്ങൾ കൊണ്ട് അത് വെച്ച് മുന്നോട്ട് വന്ന് ആ കിട്ടുന്ന ആനുകൂല്യങ്ങൾ അതിപ്പം കിട്ടുന്ന സംഭവങ്ങളാണെച്ചാലും പുറത്ത് പോകുന്ന സംഭവങ്ങളാണെച്ചാലും കൺട്രോൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു കമ്പനിയാണ്. 1968 സ്റ്റാർട്ട് ചെയ്തതാണ്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു കമ്പനിയാണ്. ഇപ്പോൾ ഗ്രാജുവലായിട്ട് ഇന്ന് നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു 10,000 കോടിയോളം ടേൺ ഓവറുള്ളൊരു കമ്പനിയാണ്. വെരി ഗുഡ്. ഏകദേശം ഒരു 65ഓളം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓക്കെ. കാരണം ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കയറി വരുന്ന പോലെ തന്നെ നമുക്ക് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമുക്ക് കയറ്റി അയക്കാൻ പറ്റും. അത് വലിയൊരു പ്ലസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെയാണ് സ്റ്റേറ്റ് ഓഫ് ആർട്ട് ഏറ്റവും നല്ല മെഷീനറീസ്, ജർമ്മൻ മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വാളിറ്റി പ്രൊഡക്ഷൻസ്, അത് മാത്രമല്ല വളരെ നല്ല റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻസ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ടൈലർമെയ്ഡ് പ്രൊഡക്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ പുറത്തു പോകുന്ന പ്രൊഡക്റ്റ് എല്ലാം വളരെ പ്രത്യേകതയുള്ള പ്രൊഡക്റ്റുകളാണ്. ഈ പറഞ്ഞ പോലെ നല്ലൊരു പ്ലാന്റ്, നല്ല മെഷീനറി, നല്ലൊരു മാനുഫാക്ചറിങ് ടീം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഒരു ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. തീർച്ചയായിട്ടും നമ്മൾ BSE ലിസ്റ്റഡ് കമ്പനിയാണ്. NSE BSE ലിസ്റ്റഡ് കമ്പനിയാണ്. അത്യാവശ്യം ഷെയർസും നല്ല ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഞാൻ KE കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടെ കണക്ട് ആവുന്നത് ഇപ്പോഴത്തെ IPL സീസണിലാണ് അല്ലേ? IPL സീസണിൽ എനിക്ക് തോന്നുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഒരു 3 വർഷത്തെ ഒരു കോൺട്രാക്റ്റാണ്, 3 years കോൺട്രാക്റ്റാണ്. അപ്പം ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് ജനങ്ങൾ അങ്ങേയറ്റം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഗുണമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ പരസ്യം ചെയ്യുമ്പം അത് മാസ്സായിട്ടുള്ള ഒരു ഓഡിയൻസിനെ റീച്ച് ചെയ്യും. സിമ്പിളാണ്. ഇപ്പോൾ ഈ കളികളെ കണ്ടാൽ നമുക്ക് അപ്പം തന്നെ ഒരു ടോപ്പിൽ കാണാം എത്ര പേര് വ്യൂ ചെയ്യേണ്ടത്, നമുക്ക് വ്യൂഷിപ്പ് കാണാം. പലപ്പോഴും ഈ പറഞ്ഞ പോലെ നല്ലൊരു മാച്ച് ഒക്കെ ആണെന്ന് വെച്ചാൽ 14 കോടി 15 കോടി ആൾക്കാരൊക്കെയാണ് ഈ പറഞ്ഞ 2 മണിക്കൂർ അതിൽ ഹുക്കപ്പ് ആയിട്ടിരുന്ന് കാണുന്നത്. അപ്പോൾ സ്പോർട്സ് ഇന്ത്യയിലെ നല്ല പരസ്യത്തിന് പറ്റുന്ന നല്ലൊരു മീഡിയ ആണ്. അപ്പോൾ ഞങ്ങൾ സ്പോർട്സ് നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കബഡി ആയാലും ഷട്ടിലായാലും ക്രിക്കറ്റ് ആയാലും. ഈ ഒരു ടീമിൻ്റെ ഒപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു 2 വർഷത്തെ അസോസിയേഷൻ ഉണ്ട്, ഈ വർഷം ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട്. പിന്നെ ആ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ന രീതിയിൽ നമ്മൾ വിരാട് കോഹ്ലിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം അത് നല്ലപോലെ പോകുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇപ്പോൾ KE കമ്പനിയുടെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളാണ് നമുക്കുള്ളത്? ബേസിക്കലി KE സംബന്ധിച്ചോളം ഞങ്ങൾ സാധാരണ 0.5 mm വയർ തൊട്ട് 400 kV EHV വരെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. EHV എന്ന് വെച്ചാൽ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾ. അത് ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് കേബിളാണ്. പവർ ട്രാൻസ്മിഷൻ അതായത് യൂട്ടിലിറ്റീസ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ യൂട്ടിലിറ്റി വെച്ചാൽ KSEB ആണ്. അതേപോലെ തന്നെ എല്ലായിടത്തും ഉണ്ട്. തമിഴ്നാട്ടുണ്ട്, അതേപോലെ ആന്ധ്രയിലുണ്ട്. അവിടെ 2-3 യൂട്ടിലിറ്റീസ് വരുന്നുണ്ട്. കേരളത്തിലെ KSEB മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഈ മേജർ പവർ ഗ്രിഡിൽ നിന്ന് പവർ കൊണ്ടുവരാനൊക്കെ ഉപയോഗിക്കുന്ന കേബിൾസാണ് ഈ പറഞ്ഞ വലിയ സൈസുള്ള കേബിൾസ്. അപ്പോൾ അതിനാണ് നമ്മൾ EHV എന്ന് പറയുന്നത്, എക്സ്ട്രാ ഹൈ വോൾട്ടേജ് കേബിൾസ്. അത് 400 kV വരെ ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ ആ വോൾട്ടേജ് ഗ്രേഡിൽ മാനുഫാക്ചർ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള കമ്പനീസ് ആകെ 2 കമ്പനീസേ ഉള്ളൂ. അതിലൊരു കമ്പനി ഞങ്ങളാണ്. കാരണം ബേസിക്കലി മാനുഫാക്ചറിങ് മാത്രമല്ല,
അതിൻ്റെ ഏതൊരു ടെൻഡറിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് PQ എന്ന് പറയും, പ്രീ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് പറയും. ഓക്കെ. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഓക്കെ. എന്നാൽ മാത്രമേ നമുക്ക് ആ ടെൻഡറിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. മാത്രമല്ല ഈ കംപ്ലീറ്റ് കേബിളും നമ്മൾ ടൈപ്പ് ടെസ്റ്റ് എന്ന് പറയും. ബേസിക്കായിട്ട് ഒരു കേബിൾ മാനുഫാക്ചർ നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ടൈപ്പ് ടെസ്റ്റ്. അത് നമ്മൾ ചെയ്യുന്നത് ജർമ്മനിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ഒരു അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം അതൊരു ഫുൾ സർക്യൂട്ട് എങ്ങനെയാണോ നമ്മൾ വരിക, അത് കംപ്ലീറ്റ് അതിൽ വരുന്ന ആക്സസറീസ്, അതേപോലെ തന്നെ എൻ ടെർമിനേഷൻസ്, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അത് 1 വർഷം ഓൺ സൈറ്റ് ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് കിട്ടുക. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അത് ഏറ്റവും ഹൈ ലെവലിലുള്ള കേബിൾ. പിന്നെ സാധാരണ യൂസിന് ഉപയോഗിക്കുന്ന 0.5 സാധാരണ വയർ തൊട്ട് അങ്ങേയറ്റം വരുന്ന 400 kV മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എനിക്കിന്നത് വളരെ എക്സൈറ്റഡ് പറയുമ്പോൾ KE കമ്പനി എന്നൊരു പക്ഷേ നമ്മുടെ ആൾക്കാർ കേൾക്കുമ്പോൾ ചില ഹൗസ് വയറിങ്ങിന് മാത്രമുള്ള ബഹിരാകാശത്ത് വരെയുള്ളതിൽ നമ്മുടെ KE കമ്പനി തീർച്ചയായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പ്രൊജക്ട് ഓറിയന്റഡ് കമ്പനിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ റീറ്റെയിലിൽ ഫോക്കസ് വന്നിട്ട് ഒരു 10 വർഷമേ ആവുന്നുള്ളൂ, ഹാർഡ്ലി 10 years. അപ്പം വയേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് മാത്രമാണ്. മാത്രമല്ല കൂടുതലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ എന്തും മാനുഫാക്ചർ ചെയ്യുന്നത്. ബേസിക്കലി ഇപ്പം വയറെന്ന് വെച്ചാൽ നമുക്ക് പറയാം ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രിക്കൽ ഗുഡ് എന്ന് പറയാം, സാധാരണ വീട്ടിലും ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു ഇൻഡസ്ട്രിയിൽ അവർ ആവശ്യപ്പെടുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. ആ ലെവലിൽ ഒരു ക്വാളിറ്റിയിലാണ് ഈ സാധനം മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവൻ ഒരു ഡൊമസ്റ്റിക് പർപ്പസിന് പോലെ നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രേഡിലുള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ബ്രാൻഡിനെ കുറിച്ചും ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷനെ കുറിച്ചും ഒരുപക്ഷെ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ നമ്മുടെ ഓഡിയൻസ് അറിയാൻ പറ്റും. എങ്കിലും ഞാനൊരു ലേമാൻ സ്റ്റൈലിൽ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹൗസ് വയറിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു കേബിള് വാങ്ങിക്കുന്ന സമയത്ത് ഒരു കസ്റ്റമർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ബേസിക്കലി നമ്മൾ നോക്കേണ്ടത് നല്ലൊരു റെപ്യൂട്ടഡ് ബ്രാൻഡിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു പെഡിഗ്രി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഓക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഇലക്ട്രിക്കൽ പറയുന്നത് എന്തുണ്ടോ ആ പ്രൊഡക്റ്റ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കാരണം ബേസിക്കലി അങ്ങേയറ്റം മാർക്കറ്റിംഗ് ഗിമിക്സ് വരുന്ന സമയമാണ്, എന്തും പറയാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ബേസിക്കലി നോക്കാൻ പറഞ്ഞ പോലെ ഒരു എനർജി എഫിഷ്യൻസി, ഒരു ഡ്യൂറബിലിറ്റി. കാരണം ഇതെല്ലാം നമുക്ക് ലൈഫ് ലോങ് നിൽക്കേണ്ട ഒരു വീടെന്ന് വെച്ചാൽ എല്ലാവരെയും സ്വപ്ന. നമ്മളെല്ലാവരും പറയും വീടൊന്ന് പണിഞ്ഞു നോക്കുന്ന പറയും. അത്രയും പ്രയാസമേറിയ ഒരു പണിയാണ്. ജീവിതത്തിൽ ഒരിക്കലും അതും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങേറ്റം എഫേർട്ട് ഒരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് നല്ല ഒരു പ്രൊഡക്റ്റ് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. കാരണം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്സ് പല ഇഷ്യൂസ് വരുന്നതാണ്. അപ്പം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആവുക, ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, എനർജി എഫിഷ്യൻസി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ്, ലൈഫ് ലോങ് ഡ്യൂറബിലിറ്റി തരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മുടെ പുതുതായിട്ട് നമ്മൾ ഇറക്കിയ ഒരു സീരീസ് ഉണ്ട്, കോൺഫ്ലെയിം ഗ്രീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ അതൊരു സാധാരണ ഒരു വീടിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സൂപ്പർ. അപ്പം അതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സാധാരണ ഒരു വയർ എന്ന് വെച്ചാൽ FR ആയിരിക്കണം, ഫ്ലെയിം റിട്ടാർഡന്റ്, തീനെ പ്രതിരോധിക്കുന്ന ഒരു വയർ ആയിരിക്കണം. ഇതിൽ നമ്മൾ HR എന്നൊരു ഫീച്ചർ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തു, ഹീറ്റ് റെസിസ്റ്റന്റ്. സാധാരണ ഒരു PVC എന്ന് വെച്ചാൽ PVC വയർ എന്ന് വെച്ചാൽ 70 ഡിഗ്രിയാണ് അതിന്റെ ഒരു ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ പറയുന്നത്. ഇത് 85 ഡിഗ്രി വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അതിന് ഇൻസുലേഷൻ. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കറന്റ് ക്യാരിങ് കപ്പാസിറ്റി. സാധാരണ ഒരു 1 square mm വയർ നമ്മൾ സാധാരണ പറയുക ഒരു കോൺഡ്യൂട്ടിലിടുമ്പോൾ 12 amps എന്നാണ് പറയുക. ഇതിൽ നമ്മൾ ആക്ച്വലി ഒരു 16 amps 14-14.5 amps വരെ കൊടുക്കാം. ഓപ്പണിൽ 16 വരെ കൊടുക്കാൻ പറ്റും. വലിയ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ മറ്റു ബ്രാൻഡുകളിൽ നിന്നും KEന് ഡിഫറൻഷിയേറ്റിന് എന്താ? മറ്റു ബ്രാൻഡുകളും നമ്മളെ മാറ്റി നിർത്തുന്ന കാര്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞങ്ങളുടെ മിഷനറീസ് വളരെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ലേറ്റസ്റ്റ് മിഷനറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ അതിന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന വയേഴ്സ് ആൻഡ് കേബിൾസ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ ടെസ്റ്റിംഗ് എബിലിറ്റീസ്, നമ്മുടെ എല്ലാ ടെസ്റ്റിംഗ് ലാബ്സും NABL അക്രഡിറ്റേഷനുള്ള ലാബ്സ് ആണ്. കാരണം ആ NABL ബേസിക് ഒരു ക്രൈറ്റീരിയ ആണ്. ഇപ്പം നമ്മൾ ഏതൊരു ടൈപ്പ് ടെസ്റ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ ലാബിൽ നിന്ന് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ് NABL സർട്ടിഫിക്കേഷനുള്ള ലാബിൽ നിന്ന് ചെയ്യണം എന്ന് പറയുന്നത്. ആ ലാബിൻ്റെ തന്നെ ഞങ്ങളുടെ ടോട്ടൽ ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് സർട്ടിഫൈ ചെയ്യുന്ന NABL ഇൻ ഹൗസിന് പോലും.
ഇൻ ഹൗസിന് പോലും ഞങ്ങളുടെ NABL അക്രഡേഷൻസ് ഉള്ള ലാബാണ്. അപ്പോൾ ആ ലെവലിലൊരു ക്വാളിറ്റിയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന റോ മെറ്റീരിയൽസ്. ഓക്കെ, ഇന്ന് ഞാൻ പറഞ്ഞു കോപ്പറാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, സോഴ്സ് ചെയ്യുന്ന പ്രൊഡക്റ്റ്, പുറത്തുനിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റെർലൈറ്റ് പോലുള്ള കമ്പനീസാണ് ഇത് പ്രോസസ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇന്ത്യയിൽ കോപ്പർ മൈൻസ് ഇല്ല. അത് പുറത്തുനിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. മെറ്റൽ ഡ്രിവൻ, ഈ പറഞ്ഞ ഡോളറാണ് കൺട്രോൾ ചെയ്യുക, ഡോളറിലാണ് അതിൻ്റെ പ്രൈസിങ് വരിക. എന്ത് വേരിയേഷൻ വന്നാൽ ഡോളറിൽ വരുന്ന ചേഞ്ച് പോലും അതിൻ്റെ പ്രൈസിങ്ങിനെ എഫക്ട് ചെയ്യും. അപ്പം ആ രീതിയിലാണ് അതിൻ്റെ ഒരു റോ മെറ്റീരിയൽ വരുന്നത്. പിന്നെ PVC നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഹൗസ് PVC ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും കൊടുക്കാൻ വേണ്ടിയിട്ട് ഏത് സമയത്ത് എടുത്താലും ആ വയറിൽ വരുന്ന ക്വാളിറ്റി വിൽ ബി സെയിം. ഇപ്പം നമ്മൾ ഇന്ന് വാങ്ങിച്ചാലും ഒരു 6 മാസം കഴിഞ്ഞാലും എന്തെങ്കിലും ഒരു അപ്ഗ്രഡേഷൻ വന്നാൽ വരുന്നതല്ലാതെ ഇല്ലാതെ വരുന്ന ഒരു ബേസിക് കാര്യങ്ങളെല്ലാം കോമൺ ആയിരിക്കും. കാരണം ഇൻഹൗസ് ചെയ്യുന്നതുകൊണ്ട്. ഞാൻ അന്ന് ഫസ്റ്റ് നമ്മളുടെ പ്രൊഡക്ഷൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്നെ എക്സൈറ്റ് ചെയ്ത് വേറൊരു പോർഷൻസ് പറഞ്ഞു. സാധാരണ ഒരു ബോക്സിൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മെഷർമെൻറ്റ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുമെന്നുള്ളൊരു സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്തതാണ്. തീർച്ചയായിട്ടും ഞാൻ മാനുഫാക്ചറിംഗ് പ്രോസസ് നിങ്ങൾ കണ്ടതാണ്. ഇത് നമ്മൾ മെയിൻ സ്പൂളിൽ നിന്ന് ഇത് ചെറിയ റോളാക്കി മാറ്റുന്ന സാധാരണ ഡൊമസ്റ്റിക് യൂസിന് 90 മീറ്ററിൻ്റെ കോയിലായിട്ടാണ് വരിക. അപ്പം ഇത് സ്പൂൾ ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ബോക്സിൽ തന്നെ പറയുന്ന ഒരു കാര്യം കൂടിയാണ്, ലെങ്ത് ഗ്യാരണ്ടി. 90 മീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത്. അപ്പം നമ്മളാ പറയുന്ന ലെങ്ത് അതിലുണ്ടെന്ന് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. കാരണം ബേസിക്കലി നമ്മൾ ഒരു ബോക്സിൻ്റെ പുറത്ത് നമ്മൾ എന്ത് പറയുന്നു അത് ഓണർ ചെയ്യാൻ ഏതൊരു കമ്പനിയും ബാധ്യസ്ഥരാണ്. നമ്മൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ പറയുന്ന ലെങ്ത് ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു ഞങ്ങൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് അറൗണ്ട്. അപ്പം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് റോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കത് ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ബാദുബായും കണ്ടു കാണും, 90.43 എന്ന് പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്യുക. ഒരു 3 കുറച്ച് സെന്റിമീറ്റേഴ്സ് എക്സ്ട്രാ വരുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ലെങ്ത് കുറവാണോ എന്നുള്ളൊരു നമ്മളെ പറയുന്നതിലുണ്ട്. ഈ നമുക്ക് വീണ്ടും ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ വയറിങ് കഴിഞ്ഞു, അത് ആജീവനാന്ത കാലം വീട്ടിൽ നിൽക്കുന്നൊരു സാധനമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പർപ്പസ് മാത്രമേ നമ്മൾ ചിലപ്പോൾ മനുഷ്യൻ കാണുന്നുണ്ടാവുന്നുള്ളൂ മേ ബി. അപ്പോൾ നാളെ ഈ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, മേ ബി വല്ല എലി കരണ്ടാലോ അല്ലെങ്കിൽ തീ പിടിക്കപ്പെട്ടാലോ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും KE കമ്പനിയുടെ കേബിൾ അതിൽ ആക്ട് ചെയ്യപ്പെടുക? ആക്ച്വലി ബേസിക്കലി എന്ന് വെച്ചാൽ നമ്മൾ ഒരു വയർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ബേസിക്കായിട്ടുള്ള ഈ എല്ലാ പാരാമീറ്റേഴ്സും കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ആൻറ്റി ടെർമൈറ്റ് ആണ്, ആൻറ്റി റോഡൻ്റ് ആണ്. അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ആൻറ്റി ടെർമൈറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറഞ്ഞ വേറെ ഒന്നും വരില്ലെന്നാണ് അർത്ഥം. ടെർമൈറ്റ് ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെടുക്കുകയാണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പം ഫോർ എക്സാമ്പിൾ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങൾ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കല്ല് വെച്ചാൽ ഈ വെട്ടുകല്ലെന്ന് പറയും. നമ്മളെ ഭൂമിയിൽ തന്നെ എടുത്ത് ഉപയോഗിക്കുന്ന കല്ലുകളാണ്. ഇപ്പോൾ ട്രീറ്റ്മെന്റ് ബേസിക്കായിട്ട് ലാസ്റ്റ് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ കല്ലിന് ഉണ്ടാവുള്ളൂ. ബേക്കിംഗ് അങ്ങനെയുള്ള പ്രോസസ് ഒന്നും വരുന്നില്ല. സാറിന് നമ്മൾ ഇഷ്ടകളത്തിന് എടുക്കാൻ വാങ്ങിക്കുന്ന കക്ഷ അത് ബേക്ക് ചെയ്യുമല്ലോ, എടുക്കുന്ന കല്ലാണ്. ഇങ്ങനെയുള്ള വല്ല മറ്റേ ചെതലിന്റെ അംശങ്ങളുണ്ടെങ്കിൽ ആ ബേക്കിങ്ങിൽ അത് പോകും. ഇതാകുമ്പോൾ അതുണ്ടാവില്ല. നമ്മൾ വെട്ടുകല്ലാകുമ്പോൾ നേരെ എടുത്തങ്ങ് വെക്കുന്നുണ്ട്. അതിന് എന്താ പറയുക, ചെതലിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആൻറ്റി റോഡൻറ്റ് എലിന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ആൻറ്റി ടെർമൈറ്റ് എന്നുള്ളൊരു ഫീച്ചർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ ഈ ക്ഷുദ്രജീവികൾ വന്ന് അതിന് എഫക്റ്റ് ചെയ്യില്ല. ഇൻ കേസ് എന്തെങ്കിലും ഒരു ഫ്ലെയിം വന്നു വരാതിരിക്കട്ടെ. ബേസിക്കലി പറഞ്ഞ പോലാണ് നമ്മൾ ഒരു ബേസിക് പാരാമീറ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. ഒരു സാധാരണ വയറെന്ന് വെച്ചാൽ ഫ്ലെയിം റിട്ടാർഡൻറ്റ് ബേസിക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. നമുക്ക് ഒരു വയർ പല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ FR/LS/H. അപ്പോൾ ഈ നമ്മൾ ഈ കോൺഫ്ലെയിം എന്ന് പറഞ്ഞ സാധനം അത് FR ആണ്, HR ആണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. LS/H എന്നൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ലോ സ്മോക്ക് ഹാലജൻ. ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സാധാരണ ഇത് വെച്ചാൽ PVC പോളിവിനൈൽ ക്ലോറൈഡ് ഒരു PVC. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അറിയാം, പ്ലാസ്റ്റിക് കത്തുമ്പം വരുന്ന ഒരു തീ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഫ്യൂംസ് ആണ്, ശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്, കണ്ണിരിച്ചൽ എല്ലാം വരുന്നതാണ്, ഒരു സഫോക്കേഷൻ, പോയിസണസ് ആണ്. മാത്രമല്ല ഒരു ആസിഡിന്റെ ഒരു ജനറേഷൻ വരും. കാരണം ക്ലോറിക് ആസിഡിന്റെ ഒരു C ആണല്ലോ, ക്ലോറിക്കിന്റെ ഒരു ഇത് കൂടി കയറി അതിലേക്ക് വരും. ഈ പറഞ്ഞ പോലെ ആ രീതിയിലാണ് നമ്മൾ സാധാരണ ഒരു PVC വരുന്നത്. ഇതാകുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു എക്സ്ട്രാ ഫീച്ചർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബേസിക്കലി ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ അതിൽ കുറച്ച് ആഡ് ചെയ്യുന്ന ഫില്ലേഴ്സ് ആണ് അതിന്റെ ഫീച്ചേഴ്സിന് ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ വരുന്ന ഫ്യൂംസ് വിൽ ബി ഒരു വിസിബിലിറ്റി ഉള്ള ഫ്യൂംസ് ആയിരിക്കും.
സാധാരണ ഫ്യൂംസ് ബ്ലാക്ക് ഫ്യൂംസ് എന്ന് പറഞ്ഞല്ലോ, ഇന്ന് വരുന്ന ഫ്യൂംസ് വെച്ചാൽ ഈ വൈറ്റ് കളർ ആയിരിക്കും. സാധാരണ ഒരു ചന്ദനത്തിരി കത്തുമ്പോൾ വരുന്ന ഒരു ഫ്യൂംസ് ഉണ്ട് വൈറ്റ് കളർ. വിസിബിലിറ്റി നമുക്കൊരു 40% ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമുക്ക് ഒരു ലൈറ്റ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്യുന്ന ആസിഡിന്റെ അളവ് കുറവായിരിക്കും. PVC നോർമൽ PVC വയറിനെക്കാട്ടിലും ഈ PVC ജനറേറ്റ് ചെയ്യുന്ന ആസിഡിന്റെ അംശം കുറവായിരിക്കും. അതൊരു പ്രത്യേകതയാണ്. ഈ നമ്മുടെ ഈ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം കേബിൾസ് ആൻഡ് വയേഴ്സിന്റെ മാർക്ക് ഭയങ്കര കോമ്പറ്റീഷനാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. ഈ കോമ്പറ്റീഷനെ നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട് എന്ത് സ്ട്രാറ്റജി ആയിരിക്കും കസ്റ്റമറിന് KE കൊടുക്കുന്നത്? കോമ്പറ്റീഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ കോമൺ മാർക്കറ്റ്. നമുക്കത് ഈ പറഞ്ഞ പോലെ നമ്മൾ മാത്രമേ പാടുള്ളൂ എന്ന് ഉദ്ദേശിച്ചാൽ ഒരു മൊണോപ്പൊളി എഫക്റ്റിലേക്ക് പോകുന്നതാണ്. ഒരിക്കലുമല്ല. കാരണം മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റാണ്, ഏത് ബ്രാൻഡിനും വരാം. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എന്ത് പറയുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, മറ്റേ ഈ പറഞ്ഞ ബാക്കിയുള്ള ബ്രാൻഡ്സിൻ്റെ തന്നെ ഒരു വയർ ചെക്ക് ചെയ്താൽ നമുക്ക് നോക്കി അറിയാം. പലരും പറയുന്ന 1 സ്ക്വയർ മുതൽ പറയുന്ന കറന്റ് ക്യാരിങ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് ഞങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കൊടുക്കുന്നതെല്ലാം ബെസ്റ്റായിട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഉപയോഗിക്കുന്ന, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, പ്രൊക്യൂർ ചെയ്യുന്ന റോ മെറ്റീരിയൽ, അതുകൊണ്ട് ഉണ്ടാക്കി വരുന്ന പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ കൊടുക്കുക. കോമ്പറ്റീഷൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെയാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ഇപ്പം അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന ആൾക്കാർ ആ പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നാച്ചുറൽ ആണല്ലോ. കാരണം നല്ലൊരു സാധനം നമുക്ക് 4 പേര് നമ്മൾ പറയുമോ അത് എടുത്തോ എന്നല്ല നമ്മൾ പറയുമല്ലോ. ഇത് കൂടാതെ ഒരു നാച്ചുറൽ ഒരു അഡ്രസ്മെന്റ് രീതിയിൽ നമ്മൾ ഈ കാണുന്ന ബ്രാൻഡിങ് ആക്ടിവിറ്റീസ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് ഇത് നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഇലക്ട്രീഷ്യൻസ് ആണ് കൂടുതൽ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസൾട്ടൻസ്. അവരെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്ത്, അപ്പം ഒരു ഗവൺമെന്റ് സ്പെക് ഒക്കെ ഏതൊരു സ്പെക് എടുത്താലും KE ഒരു ബ്രാൻഡ് കാണാൻ പറ്റും. കാരണം ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊരു എഡ്ജ് എന്ന് വെച്ചാൽ പ്രൊജക്ട്സ് ആണ്. ഇന്ത്യയിൽ കാണുന്ന ഏതൊരു ലീഡിംഗ് വർക്ക് എടുത്താലും KE എന്നൊരു ബ്രാൻഡിന്റെ വിസിബിലിറ്റി അവിടെ ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയാൻ വെച്ചാൽ പാർലമെന്റ് ബിൽഡിംഗ്, പുതിയ പാർലമെന്റ് ബിൽഡിംഗ്, അത് KE ആൻഡ് വയേഴ്സ് ഉപയോഗിച്ചാണ്. റിലയൻസിന്റെ എല്ലാ വർക്കുകളിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ കൊങ്കൺ റെയിൽവേയുടെ എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, അത് മുഴുവൻ KE ആണ് യൂസ് ചെയ്യുന്നത്. പുതിയ ടെലസ്കോപ്പിന്റെ ഒരു പല രാജ്യങ്ങളിൽ കൂടി ചെയ്തൊരു വർക്കുണ്ട്, അതിൽ KE യൂസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ സാറ്റലൈറ്റ് ചന്ദ്രയാൻ, അതേപോലുള്ള മിഷൻസിൽ നമ്മുടെ വയറുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് കേബിൾസും വയേഴ്സും ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടംകുളം നമ്മുടെ ആണവ വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന തമിഴ്നാട്ടിലെ സ്ഥലം, അവിടെ ഉപയോഗിക്കുന്ന കേബിളിന് ഇപ്പോൾ വലിയൊരു ഗുണം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി പുതിയൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന പോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ. അപ്പം അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി, ആ പറയുന്ന ക്വാളിറ്റിയിൽ മെറ്റീരിയൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാമെന്നൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനുണ്ട്. അതിൻ്റെ ഗുണം നമ്മൾ ഒരുപാട് എൻഗേജ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ മാർക്കറ്റ് നമ്മൾ തന്നെ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും. കാരണം അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ എന്നുള്ളൊരു പ്രോസസ്സ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് വരുമ്പോൾ ഈ കൂടംകുളം ഇതെല്ലാം നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇവിടെ എല്ലാം വരുന്ന പുറത്തുനിന്നുള്ള കേബിൾസാണ്. ആ ഒരു ക്വാളിറ്റി ഇതിലുള്ള കേബിൾ ഇന്ത്യക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പലർക്കും സംശയം. പക്ഷെ നമ്മളത് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ അത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു 4-5 സ്റ്റേജിൽ, കാരണം ആറ്റമിക് റിയാക്ടറാണ്, ഒരുപാട് ടെസ്റ്റുകളെല്ലാം കവറപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ആറ്റമിക് ക്ലിയറൻസ് എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ആ കേബിൾ മാനുഫാക്ചർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് തന്നെ സമയം എടുക്കുന്നതാണ്. അത്രയും ടെസ്റ്റിങ്സ് നടത്തിയിട്ടാണ് അവർ നമുക്ക് അപ്രൂവൽ തരുന്നത്. യു ഗോ ഹെഡ് വിത്ത് ദ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അത്രയും സമയം എടുക്കുന്നുണ്ട് തന്നെ. ഇതിൻ്റെ KE കമ്പനിയുടെ ഒരു വലിയൊരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ ഗ്രീൻ വയേഴ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഗ്രീൻ എന്ന് പറയുമ്പോൾ വെറുതെ കേബിളിൽ മാത്രമല്ല, ഇത് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യലാണ് KEയുടെ പ്രത്യേകത. കാരണം അതിൻ്റെ ബോക്സുകൾ പോലും അല്ലേ. തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞ പുതിയ കോൺഫ്ലെയിം പ്ലസ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ എന്നൊരു കൺസെപ്റ്റിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റിലെല്ലാം ഗ്രീൻ എന്ന് പറയുന്ന എല്ലാ ഫീച്ചേഴ്സിലും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു FR, LSH, ഹീറ്റ് റെസിസ്റ്റൻസ്, ഇത് കൂടാതെ ബേസിക് ആയിട്ട് വരുന്ന എല്ലാ പെർമിറ്റേഷൻസും, ഇപ്പം ആൻറ്റി റോഡൻറ്റ് പറഞ്ഞ സാധാരണ ബാക്കിയൊക്കെ പറയുന്നത് സർട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. പറഞ്ഞ IS
ബേസിക്കായിട്ട് എല്ലാ വരുന്ന സർട്ടിഫിക്കേഷൻസ് എല്ലാം അതിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. ഈ KEA പോലുള്ള ഒരു കമ്പനി ഒരുപാട് ടെസ്റ്റിംഗ് ലാബ്സ് അപ്രൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് എല്ലാം കഴിഞ്ഞ് വരുന്നതാണ്. ROH സർട്ടിഫിക്കേഷൻ ഉണ്ട് നമുക്ക്. അതായത് അതിൽ ലെഡ് പോലുള്ള മാർഗമായിട്ടുള്ള വിഷാംശമുള്ള യാതൊന്നുമില്ല എന്ന രീതിയിൽ നമ്മൾ അത് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ വയസ്സിനെ ഗ്രീൻ എന്ന് ബേസിക്കലി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ഗ്രീനായി, പ്രൊഡക്റ്റ് പാക്ക് ചെയ്ത് വരുന്ന ഒരു പാക്കിംഗ് ഉണ്ട്. നമ്മൾ ഈവൻ അതുപോലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ 100% ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് പാക്കിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. സിമ്പിളാണ്, ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പാക്കറ്റ് വലിച്ചെറിഞ്ഞാൽ പോലും അത് ഭൂമി കിടന്നാൽ ഭൂമിക്കോ പ്രകൃതിക്കോ യാതൊരു നഷ്ടങ്ങളും സംഭവിക്കില്ല. കാരണം ഒരു 8-10 ദിവസത്തിനുള്ളിൽ അത് മണ്ണിലേക്ക് അലിഞ്ഞു പോകും. അപ്പം അത് മാത്രമല്ല, ഈവൻ ഈ ഒരു മാനുഫാക്ചറിങ് ലൈൻ പോലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോളാർ പവറിലാണ്. സോളാർ ലൈനിലാണ് ആ ഒരു പെർട്ടിക്കുലർ ലൈൻ, ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മാനുഫാക്ചറിംഗ് ലൈൻ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോളാർ പവറിലാണ്. അപ്പോൾ A to Z ഗ്രീൻ ആണ്. A to Z ഗ്രീൻ ആണ്. അതായത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മുതൽ ഈ സാധനം കവർ പോലും നശിക്കുന്നത് അതായത് ഒരു ഗ്രീൻ എഫക്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ പ്രൊഡക്റ്റ് ഒരു നല്ല ഫീച്ചേഴ്സ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. കസ്റ്റമേഴ്സും വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൈസ് റേഞ്ച് വരും, പ്രൈസ് കോമ്പറ്റേറ്റീവ് ആണ്. ആക്ച്വലി നമ്മൾ വളരെ കോമ്പറ്റേറ്റീവ് രീതിയിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു വയറിനെക്കാട്ടിലും ഒരു 3% പ്രൈസ് ഹൈക്കാണ് നമ്മൾ അതിനെ കൊടുത്തിരിക്കുന്നത് പ്രൈസ്. കാരണം ഇത് ഇത്രയും ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ട് ഒരു 3% പ്രൈസ് മാത്രമേ കൂടുതലായിട്ട് എക്സ്ട്രാ വരുന്നുള്ളൂ ആ പ്രൊഡക്റ്റിന്. അതായത് സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഇപ്പോൾ വീട് പണിയുടെ സമയത്ത് നമ്മൾ ചെന്ന് അറിയാൻ പറ്റും, അവിടെ ഒരുപാട് ഇപ്പം ഞാൻ കാണുന്നതാണല്ലോ ഇത്, അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ട് പറയണത്. ഒരുപാട് ബോക്സുകളുണ്ടാവും. ആ ബോക്സുകൾ കത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാസ്റ്റിക് അതിൻ്റെ അകത്ത് ഉണ്ടാവും അല്ലേ? ചിലപ്പോൾ അത് നശിക്കാതെ അങ്ങനെ ഒരു മൂലക്ക് ഇങ്ങനെ ഇട്ടിരിക്കും. ബേസിക്കലി ഈ പറഞ്ഞ പോലെയാണ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടി പ്ലാസ്റ്റിക് കോട്ടിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ രീതിയിലൊരു കൊടുത്തു കഴിഞ്ഞാൽ അത് നശിക്കാനുള്ള പ്രയാസം നമുക്ക് തന്നെ അറിയാം. സാധാരണ പ്ലാസ്റ്റിക് അലിഞ്ഞു പോകില്ല ഒരിക്കലും ഭൂമിയിലേക്ക്, അവിടെ കിടന്നങ്ങനെ കിടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവൻ ആ ഒരു ബോക്സിന് പോലും ഞങ്ങളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ടില്ല, കാച്ചിങ് ആയിട്ടുള്ള കൊടുത്തിട്ടില്ല. ബേസിക് ആയിട്ട് എന്ത് വേണോ അത് കവർ ചെയ്യണ്ടെന്നല്ലാതെ ഒരു ഐ കാച്ചിങ് എന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കില്ല. കാരണം ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗിമിക്സ് കാണുമ്പോൾ അത് കുറച്ച് ഐ കാച്ചിങ് ആവുള്ളൂ. പ്ലാസ്റ്റിക് ഉപയോഗിക്കണം, ഒരു ഗ്ലോസിനെസ് ഒക്കെ വരുത്തണം, അത് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ സിമ്പിളായിട്ടാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ പാക്കിംഗ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പലപ്പോഴും പല കസ്റ്റമേഴ്സും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു കേബിൾ വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ പർപ്പസിന് ഉപയോഗിച്ച് എന്നാൽ അതിൻ്റെ ബോക്സ് പ്രകൃതിയിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് പ്രകൃതിക്കൊരു ദൂഷ്യമാകുന്നുണ്ട്. പല പ്രോഡക്റ്റും അങ്ങനെയാണല്ലോ, തീർച്ചയായിട്ടും ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷേ എന്നാൽ അതല്ല ചെയ്യേണ്ടത് അല്ലേ? നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ഇപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം തന്നെ ഒരു ഇൻഡസ്ട്രീസ് ഫസ്റ്റ് എന്ന് തന്നെ പറയാം. ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ഒരു കെയർ ഈവൻ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റിന് പോലും നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കമ്പനി ഒരുപാട് സ്ഥലങ്ങളിൽ അവരുടെ കേബിൾസ് ആൻഡ് വയേഴ്സ് ഉപയോഗിക്കണമെങ്കിലും ഒരു മേജർ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്പനി ഏകദേശം 68 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഇതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. NSE BSE രണ്ടിലും ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. നമ്മൾ മാനുഫാക്ചറിങ് കഴിഞ്ഞിട്ട് പറഞ്ഞു 400 വരെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇന്ത്യയിലെ ഏതൊരു ലീഡിങ് പ്രൊജക്റ്റ് എടുത്താലും പുതുതായിട്ട് പറയുകയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, പാർലമെന്റ് ബിൽഡിംഗ്, നരേന്ദ്രമോദി സ്റ്റേഡിയം, ബുള്ളറ്റ് ട്രെയിൻ, കൊങ്കൺ റെയിൽവേ, ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ പുതിയ 220 നമ്മുടെ കലൂർ സബ്സ്റ്റേഷൻ, KCBയുടെ ഏതൊരു പ്രൊജക്റ്റിലും KE ഇൻവോൾവ് ആണ്. കേരളത്തിൽ കൊച്ചിൻ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ട്, കൊച്ചിൻ മെട്രോ, അതാ പറഞ്ഞത് ലീഡിങ് ഏതൊരു പ്രൊജക്റ്റ് എടുത്താലും ഇതെല്ലാം നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ പറയാം. കാരണം അച്ചീവ്മെൻറ്റ് വരുന്ന പല രീതിയിലാണ്. നമ്മൾ നല്ലൊരു പ്രൊഡക്റ്റ് ചെയ്യുന്നു, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ കൺസൾട്ടൻസ് ത്രൂ ഔട്ട് ദി ഇന്ത്യ പുറത്തുള്ള കൺസൾട്ടൻസും ഈ പ്രൊഡക്റ്റിനെ അപ്രൂവ് ചെയ്യുന്നത്. കാരണം ഒരു ഈ ടെൻഡേഴ്സിലൊക്കെ സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കൺസൾട്ടൻസ് ആദ്യം അപ്രൂവൽ വേണം. കൺസൾട്ടൻസ് പറയുന്ന സ്പെക്കിൽ നമ്മൾ ആദ്യം വരണം. ആ സ്പെക്കിൽ പറയുന്ന ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ. കാരണം നമ്മൾ ആക്ച്വലി വലിയ വലിയ പ്രൊജക്റ്റ് വരുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽ റെഡി ആയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ടെസ്റ്റിങ്ങിന് അവർ വിളിക്കും. അതായത് അവരുടെ ടെസ്റ്റിംഗ് ഇൻസ്പെക്ടർ വന്ന് നമ്മുടെ പ്ലാന്റിൽ വന്നിട്ട് ഈ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കേബിള് ISL പറയുന്ന നോംസ് ഉണ്ട്, അക്സെപ്റ്റൻസസ് എന്ന് പറയുന്നതിന്, അത് പ്രകാരം അവർക്ക് കംപ്ലീറ്റ് ചെക്ക് ചെയ്യാം അവിടെ. എന്നിട്ടാണ് ഈ കേബിളെല്ലാം വരുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഏതൊരു ലീഡിങ് പ്രൊജക്റ്റിലും KE ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാനുഫാക്ചറിങ് ഒരു കപ്പാസിറ്റി, മാനുഫാക്ചറിങ് ഒരു കേബിൾ, ഈ 2 പ്രൊഡക്റ്റ് കേബിൾ ആൻഡ് വയേഴ്സ്, അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഈ കമ്പനിക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതൊരു പ്രൊഡക്റ്റ് പറഞ്ഞാലും നമുക്ക് ചെയ്യാനും പറ്റും. നല്ലൊരു ഡിസൈൻ ടീം നമുക്കുണ്ട്, നല്ലൊരു ഡിസൈൻ ടീമുണ്ട്, നല്ലൊരു പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ടീം നമുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തും ഡിസൈൻ ചെയ്യാൻ പറ്റും.
റീസെൻ്റ് ആയിട്ട് ഞങ്ങളൊരു ഓസ്ട്രേലിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ കേബിൾ. ഓക്കെ. അതെന്ന് വെച്ചാൽ അവരുടെ ഒരു സോളാർ പവർ ഇവാക്യുവേഷനുള്ള കേബിളായിരുന്നു. അവിടുത്തെ ഒരു മരുഭൂമിയിൽ നിന്ന് സോളാർ പവർ തിരിച്ച് അവരുടെ കൊണ്ടുവരാനുള്ള ഒരു കേബിൾ ഡിസൈൻ ചെയ്തത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ മരുഭൂമിയിൽ ഒരു ടെർമൈറ്റ് ഉണ്ട്. ഏത് ഇൻസുലേഷൻ അത് കടിച്ച് നശിപ്പിക്കും. അപ്പം നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഔട്ടർ ജാക്കറ്റിങ് ഈ ഒരു കാരണവശാലും ഒരു അത് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ആ ടെർമൈറ്റ് കടിക്കാൻ പറ്റാത്ത രീതിയിലൊരു കോമ്പൗണ്ടിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ഔട്ടർ ജാക്കറ്റിംഗ് അല്ല, ഒരു ടെർമൈറ്റ് പ്രൂഫാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ റിസർച്ച് ടീം നല്ലൊരു ടീം നമുക്കുണ്ട്. അപ്പോൾ ഏതൊരു പ്രോഡക്റ്റും ഡെവലപ്പ് ചെയ്യാനും ഉണ്ടാക്കാനും നമ്മളെ കൊണ്ട് പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ലാബ് എനേബിൾ അക്രഡിറ്റേഷൻസ് ഉള്ള ലാബാണ്. ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആ രീതിയിലുള്ളതാണ്. ഇതെല്ലാം ഇതൊരു ആഡ് ഓൺ ഫീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞൊരു ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ നിൽക്കാനുള്ള ഒരു കേസ് തന്നെ ഞങ്ങളുടെ ഒരു ക്വാളിറ്റി, ഞങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് മിഷനറി, ഞങ്ങളെ കൂടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിലെ കസ്റ്റമർക്കുള്ള വിശ്വാസം, ഓക്കെ ഇതെല്ലാമാണ് അതിൻ്റെ ഒരു പാരാമീറ്റേഴ്സ്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഞാനന്ന് ആക്ച്വലി 2 years ബാക്ക് ബോംബെയിൽ കുർഗാവ് അല്ലേ, അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ നമുക്ക് ഫാക്ടറീസ് ഉള്ളത്? ഞങ്ങൾക്ക് ഫാക്ടറീസ് എന്ന് പറഞ്ഞു വരുമ്പം ഇത് ബേസിക്കലി ഇതൊരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഓക്കെ. നമുക്ക് ഇനീഷ്യൽ ഒരു 3 പ്ലാന്റ് വരുന്നത് പത്തേരടി ഭിവാടി എന്ന് പറയും. ആ 2 പ്ലാന്റിലാണ് നമ്മൾ HT കേബിൾസും EHV എക്സ്ട്രാ വോൾട്ടേജ് കേബിൾസും മാനുഫാക്ചർ ചെയ്യുന്നത്. അത്യാവശ്യം LT കേബിൾസും. ഇപ്പോൾ പത്തേരടി 2 സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ അവിടെ തന്നെ 3 പ്ലാന്റ് ആയി. അപ്പോൾ ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മറ്റേ താഴോട്ട് വരുമ്പോൾ നമുക്ക് ബോംബെയുടെ അടുത്ത് നമുക്ക് സിൽവാസ എന്ന് പറയുന്ന ബോർഡറാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ ഗുജറാത്താണ്. ഒരു കേന്ദ്രഭരണ പ്രദേശം, UT ആണ്, യൂണിയൻ ടെറിട്ടറി ആണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവിടെ 2 പ്ലാന്റ് ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ പോയതാണ്. ആ ഒരു പ്ലാന്റിലേക്കാണ് ഇപ്പോൾ അത് പോയത്. അവിടെയാണ് നമ്മൾ വയേഴ്സ് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. അവിടെ ആക്ച്വലി 3 പ്ലാന്റ് ഉണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഒരു ഡെവലപ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി കമ്മിങ് ഔട്ട് വിത്ത് അനദർ പ്ലാന്റ് ഇൻ ഗുജറാത്തിൽ ഞങ്ങൾ അടുത്തൊരു പ്ലാന്റ് ആയിട്ട് വരികയാണ് സണന്തിൽ. അത് ഞങ്ങളുടെ ഈ ടോട്ടൽ 6 പ്ലാന്റിൻ്റെയും ടോട്ടൽ എത്ര സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ടോ അതിനേക്കാട്ടിലും കൂടുതൽ വരും ഈ ഒരു സിംഗിൾ പ്ലാന്റ് പുതുതായിട്ട് വരാൻ പോകുന്ന പ്ലാന്റ്. ഈ വർഷം ഞങ്ങൾ പ്രൊഡക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഏക്കർ കണക്കിന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു. ഈ ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് കണ്ടുതീർന്നത്. അല്ല, ഏക്കർ കണക്കിന് വീതി വിസ്താരമുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. എന്തായിരിക്കും ഇപ്പൊ നിങ്ങളിതിൻ്റെ ഒരു കീ പേഴ്സൺ എന്ന രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും KEയുടെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പ്ലാന്റ് കാരണം ഇന്ത്യയിലെ ഒരു സിനാരിയോ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഒരു 2030 വരെ ഇതൊരു ഡെവലപ്മെന്റ് ഫേസിന്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം പവർ വളരെ അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റാണ്. പവർ റിക്വയർമെന്റ്. അപ്പൊ ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ പവർ ബിഹൈൻഡ് ദ പവർ എന്നാണ് ഞങ്ങൾ പറയുക. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ പവറിന് പുറകെയുള്ള പവർ കൊണ്ടുപോകാൻ വേണമല്ലോ സാധനം. പവർ ഉണ്ടാക്കുന്ന പവർ കൊണ്ടുപോകാൻ കേബിൾ ആവശ്യമാണല്ലോ. പവർ ബിഹൈൻഡ് പവർ, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു 2030 വരെ നല്ലൊരു പോസിറ്റീവ് രീതിയിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അപ്പം അത് ഏത് സ്ട്രക്ചർ ഏതൊരു സൈഡ് എടുത്താലും ഇൻഫ്രാ ബൂം ഉണ്ടാവും. ഓവറോൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഡെവലപ്മെന്റ്സ്. ഇപ്പോൾ കേരളത്തിലേക്ക് വെച്ചാൽ നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഓവർ ബ്രിഡ്ജസ് വരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉള്ള ചാൻസ് ആണ്, പവർ റിക്വയർമെന്റ് ഉള്ള ചാൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വരുന്ന പവർ സോഴ്സ്, പവർ ഗ്രിഡ്, അവിടെയും പവർ സർപ്ലസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എക്സിസ്റ്റിംഗ് യൂട്ടിലിറ്റി, ഇപ്പോൾ KSEB പോലുള്ള യൂട്ടിലിറ്റീസ് അടുത്ത ഫേസിലേക്ക് എക്സ്പാൻഷൻ തുടങ്ങിയിട്ടുണ്ട്. പഴയ 110 kV സബ്സ്റ്റേഷൻ 220 മാറുന്നു. പഴയ 220 400 മാറുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളും മാറണം. ഇനി ഈ 400 ഒതുങ്ങാൻ പോകുന്നില്ല, അത് 600 വരും. ഓൾറെഡി ഞങ്ങൾ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഞങ്ങൾ കേബിൾ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോകും. അപ്പം ഇന്ത്യയിലെ ഫസ്റ്റ് ഒരു കമ്പനി ആ ഒരു വോൾട്ടേജ് ഗ്രേഡിലെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഞങ്ങൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ടെക്നോളജി മാറുന്ന വെച്ചാൽ നിങ്ങളും മാറിക്കൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു ഓൺ ദ ടോസ് ആയിരിക്കണം. ഈ ഒരു കേസിൽ എന്ത് വരുന്ന ചേഞ്ചസിനും അക്സെപ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും, അതുകൊണ്ട് നല്ലൊരു കാര്യം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഒരു കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. അതാണ് ഉദ്ദേശം. നമ്മൾ ചെയ്യുന്നുണ്ട്.
ഈ പറഞ്ഞ ഒരു മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഗ്ലോബൽ ഫുട് പ്രിന്റ് നമുക്ക് നോക്കുകയാണെന്ന് ശേഷം 65ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞൊരു 2013 തൊട്ട് സൂപ്പർ ബ്രാൻഡ് എന്നൊരു അവാർഡ് കിട്ടുന്ന ഒരു കമ്പനിയാണ് KEA. അത് മാത്രമല്ല വിനോജ്, ഇതിൻ്റെ വേറെ കാര്യം വെച്ചാൽ കഴിഞ്ഞ 2 years ആയിട്ട് ഷെയർ വാല്യൂ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഈ കമ്പനി ഏകദേശം ഒരു 12 വർഷത്തോളമായി. ആ, ഞാൻ വരുമ്പോൾ ഷെയർ വാല്യൂ 2 ഡിജിറ്റ് ആയിരുന്നു ആ ഷെയറിന്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്തത്. 4 ഡിജിറ്റാ. 4 digit ആണോ? അതെ അതെ അതെ. അല്ല, ഞങ്ങൾ ആക്ച്വലി അന്ന് ഞങ്ങൾ ആലോചിച്ചാണ് കുറച്ച് ഷെയർ ഒക്കെ എടുത്ത് തീർച്ചയായിട്ടും വാങ്ങിച്ചത്. കാരണം ഇനിയും ഞാൻ പറഞ്ഞല്ലോ, ഈ 2030 വരെ ഈ ഒരു ഫീൽഡിൽ ഡെവലപ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പവർ റിക്വയർമെന്റ്, ഈ പറഞ്ഞ പോലെ ഇൻഫ്രാ ബൂംസ് ഇതെല്ലാം നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഒരു ഓവറോൾ പ്രഡിക്ഷൻ. തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ഒരു എൻകാഷ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്താൽ ഗുഡ് ഓൺലി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് വിനോജി. നമുക്ക് ഇനിയും കാണണം. പ്രൊഡക്റ്റുകളുടെ ക്വാളിറ്റി പേഴ്സണലി പോയി കണ്ട ഒരാളാണ്. എൻ്റെ പ്രൊഡക്ഷൻ പ്ലാന്റിൻ്റെ വലിപ്പം നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതിനപ്പുറമാണ്. എന്താണോ കമ്പനി പറയുന്നത് അത് ആ പ്രൊഡക്റ്റ് മേലുണ്ട്. അത് റിയൽ ഫാക്ടറാണ്. എൻ്റെ വീട്ടിൽ ഞാൻ KEA കമ്പനിയുടെ കേബിൾസ് ആണ് ഉപയോഗിച്ചത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ആൾക്കാർ കൊടുക്കാൻ പറ്റി. വീണ്ടും ഒന്നുകൂടി നമുക്ക് ഇരിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും ഇനിയിരിക്കും. അതുപോലെ ആരെങ്കിലും ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ആളുകൾ വിനോദിനെ കണക്ട് ചെയ്യണം, ഡെഫിനറ്റ്ലി എന്നെ വിളിക്കാം. വിനോദുമായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. ഞങ്ങൾ തമ്മിൽ നല്ലൊരു ഫാമിലി, വളരെ ക്ലോസ് ആണ്. വീണ്ടും കാണാം. തീർച്ചയായും. താങ്ക് യു.